ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ ചേർത്ത് നല്ലൊരു കിടിലൻ കേക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റിയുമാണ്. അതുമാത്രമല്ല നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ ഇത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഈ ഒരു കേക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു മാങ്ങ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായി കട്ട് ചെയ്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം. ഇതിലേക്ക് നമ്മൾ മാങ്ങ എടുക്കുമ്പോൾ നല്ലൊരു മഞ്ഞ കളറിലുള്ള മാങ്ങ എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അതാവുമ്പോൾ നമ്മുടെ കേക്കിന് നല്ലൊരു കളർ കിട്ടും. ഇനി മാങ്ങക്ക് കുറച്ച് കളർ കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുത്താൽ മതി. 1-2 ഡ്രോപ്സ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഓപ്ഷണലാണ്, ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. മാങ്ങയിൽ കുറച്ച് വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ലൂസായി പോവാതെ ശ്രദ്ധിക്കണം. വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി ഒരു പാത്രത്തിലേക്ക് ഞാനൊരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിപ്പത്തിലുള്ള കേക്കായതുകൊണ്ട് നമുക്ക് 3 മുട്ട എടുക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു കപ്പ് മുഴുവനായിട്ട് എടുത്തിട്ടില്ല. അതാ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഈ പഞ്ചസാര എടുത്ത അതേ അളവിൽ തന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട മൈദയും എടുക്കണം. പൊടിച്ച പഞ്ചസാര ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 8-10 ഡ്രോപ്സ് വാനില എസൻസ് ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. വാനില എസൻസ് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നല്ലോണം തിക്കായിട്ട് വേണം നമ്മൾ മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. വെള്ളം കൂടുതൽ ചേർത്ത് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മിക്സിലേക്ക് ചേർക്കുന്ന സമയത്ത് വെച്ചാൽ മുട്ടയുടെ മിക്സ് നല്ലോണം ഒന്ന് ലൂസായി പോകും. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് കേക്ക് ചെയ്തെടുക്കാൻ കഴിയൂല. അപ്പോൾ ഈ ഒരു രീതിക്കാവണം നമ്മൾ അടിച്ചെടുക്കേണ്ടത്. മാങ്ങ ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര എടുത്ത അതേ കപ്പിൽ അതേ അളവിൽ തന്നെ നമ്മൾ മൈദയും കൂടി എടുക്കണം. എന്നിട്ട് കുറേശ്ശെയായി മിക്സ് ചെയ്ത് കൊടുക്കാം. മൈദ 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എങ്കിലേ നമുക്ക് കട്ട പിടിക്കാതെ നല്ലതുപോലെ മിക്സ് ആയി കിട്ടുള്ളൂ കേട്ടോ. ഇനി ബാക്കിയുള്ള മൈദയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇതാ നല്ലോണം മിക്സ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് റെഡിയാക്കാനുള്ള ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക. എങ്കിലേ എല്ലാ ഭാഗത്തും എത്താത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സെറ്റായി കിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതുപോലെ ഒരു അലുമിനിയത്തിൻ്റെ പരന്ന ഒരു പാത്രം അല്ലെങ്കിൽ പഴയ പാനൊക്കെ ഉണ്ടാവുമല്ലോ, അതായാലും മതി. അടിയിൽ വെച്ച് കൊടുക്കുക. ബാറ്റർ ഒഴിച്ച പാത്രം മുകളിൽ വെച്ച് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 20 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റൗ ഓഫാക്കി വെക്കാം. സ്റ്റൗ ഓഫാക്കി 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ പാത്രത്തിൽ നിന്ന് വിട്ടുവരും. അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ മാംഗോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ കേക്കിന്. വൈകുന്നേരത്തെ ചായക്കൊക്കെ നല്ല സൂപ്പർ ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.